ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പൊന്നു കല്ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നാടൻ മിനിയേച്ചർ ടൈപ്പുള്ള നാടൻ വെറൈറ്റി ബോൾസിൻ്റെ സെയിലാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 2 ഷെയ്ഡ് റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നല്ലൊരു റെയറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണിത്, നിറഞ്ഞ മുട്ടുകളായിട്ട്. പക്ഷേ ഇപ്പോൾ അതേണ്ട ഇതിൻ്റെ സൈഡിലേക്ക് മാത്രമേ ഇതിൻ്റെ വൈറ്റ് വന്നിട്ടുള്ളൂ. അത് ഒരു ഫ്ലവറിൻ്റെ നടുക്ക് സെൻറ്ററിലും ഇങ്ങനെ ഒരു എതള് കണ്ടോ, അങ്ങനെ എതളുകൾ മൊത്തം ഫുള്ളായിട്ട് ഈ വൈറ്റ് വരും കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, ഭംഗിയാണ്. ഇപ്പോൾ ഇതായി വരുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണിത്. ഇതാണ് ഒരു വെറൈറ്റി മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. നിറഞ്ഞ പൂക്കളുണ്ടാകും, ഒരിക്കലും നശിക്കുന്ന പ്ലാന്റ് അല്ല, നാടൻ മിനിയേച്ചർ ടൈപ്പാണ്. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ടില്ല. ഇത് നല്ലൊരു വെറൈറ്റി കളറാണേ. അപ്പോൾ ഇത്ര സൈസ് ഇത്രയായിട്ടുണ്ട്. നമ്മളിത് ഒരു 4 മാസം പ്രായമുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാവേ. ചെറിയ കമ്പ് വെച്ച് ഇത്ര ആക്കിയതാണ്. ജൈവ രീതിയിലാണ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്. ആവശ്യമുള്ളവർ പെട്ടെന്നുണ്ട്, കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. കണ്ടത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. പീച്ച് കളർ. ഇതൊക്കെ സിമ്പിൾ, നിറഞ്ഞ് പൂക്കളുണ്ടാകും. എന്നിട്ട് നല്ല നമുക്ക് ചട്ടിയിലൊക്കെ ബുഷാക്കി ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു പീച്ച് കളർ, റെഡ് അല്ല, ഒരു പീച്ച് കളറാണ്. നല്ല ഭംഗിയാണ്. ഇതുപോലെ ഇത്രയുള്ള സൈസ് കേട്ടോ. കുഞ്ഞ് പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ്. അപ്പോൾ മുട്ടൊക്കെ വന്നു. അതുകൊണ്ട് കളറ് ഫ്ലവർ ഏതെന്ന് അറിയാൻ വേണ്ടിയാണ്, ഏതൊക്കെ കളറാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പം അടുത്ത നമ്മുടെ ക്യൂട്ടെന്ന് പറയുന്നത് ഇത് ഈ കളറാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതൊരു പീച്ചാണ്. ഇതിനകത്ത് വേറെ ഷെയ്ഡി കാണുന്നതേ ഉള്ളൂ. പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ ലൈറ്റ് ഒരു റോസ് ഒരു കളറാണ്. നല്ല ഭംഗിയാണ്. ഇത് തുരുന്നുണ്ടാകുന്ന നല്ല വെറൈറ്റി കേട്ടോ. എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അത് കുഞ്ഞു പൂക്കളാണ് ഉണ്ടാകുന്നത്. നല്ല ഭംഗിയാണ് ഇതാണ്. അടുത്ത നമ്മുടെ ക്യൂട്ടെന്ന് പറയുന്നത് വേണ്ടത് നല്ല ഡാർക്ക് റോസാണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ചാണകപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് ഇത്ര വലുപ്പമായിട്ട് ഇങ്ങനെ വന്നേക്കുന്ന വളർന്ന്. പക്ഷേ ഇത് നല്ല മിനിയേച്ചർ, നല്ല ബുഷായിട്ട് നല്ല തിക്കായിട്ട് നല്ല നിൽക്കുന്ന ഒരു വെറൈറ്റീസാണ് ഇതെല്ലാവേ. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ നല്ല ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആക്കി തരാമെന്ന് ഓർത്താണ് ഞാൻ ഇത്ര വളർത്തി ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 4 കളറുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് 2 കളർ വെച്ച് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ 2 മതിയെങ്കിൽ ഇപ്പോൾ ഈ കളർ അല്ലെങ്കിൽ ഈ റെഡ് മതിയെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ 4 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ 70 രൂപ കേട്ടോ. അപ്പോൾ ഒരു നഷ്ടമില്ല. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്, ചെറിയ പ്ലാന്റ് ഒന്നുമില്ല, എന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നല്ലതായിട്ട് വലുപ്പമുള്ള പ്ലാന്റ്സാണ് അവിടെ. ഇത്രയും ഏകദേശം നല്ലൊരു മദർ പ്ലാന്റിൻ്റെ അടുത്ത് വരുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് അയച്ചിരുന്നത്. വലത്തെ ഇതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്നും നശിക്കത്തില്ല. നല്ലതായിട്ട് പിന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒത്തിരി ചെറിയ ഇങ്ങനെ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ നിറഞ്ഞ പൂക്കളായി നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൊണ്ട് വലുപ്പമാണ്. 7 രൂപയ്ക്ക് നഷ്ടമൊന്നുമില്ല. അതിനും നല്ല വലുപ്പമുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അപ്പം 4 കളർ വേണ്ടവർക്ക് 4 ഓർഡർ ചെയ്യാം. ഇപ്പോൾ 2 മതിയെങ്കിൽ 2 ഓർഡർ ചെയ്യാം കേട്ടോ. ഒരു പ്ലാന്റിന് 70 രൂപയാണ്. ഇതൊക്കെയാണ് സൈസ്. നല്ല വെറൈറ്റീസാണിത്. ഇപ്പം ഞാൻ കുറച്ചിങ്ങനെ ഇതിൻ്റെ തന്നെ ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ കുറേ നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. ഒത്തിരി നമ്മൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബാലൻസ് വന്നിട്ടുള്ള പ്ലാന്റാണിത്. ആവശ്യമുള്ളവർ പെട്ടെന്ന് വരും കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റി എന്ന് വെച്ചാൽ നല്ലൊരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഇത് മാത്രമായിട്ടാണ് ചിലർ അങ്ങനെയും വരും, അത് മതി എന്നൊക്കെ പറഞ്ഞ്. ഇതാണ് കൂടുതൽ ഒത്തിരി സെയിലായ പ്ലാന്റ്. ഇത് മാത്രമാണെങ്കിൽ 80 രൂപയായിരിക്കും കേട്ടോ. റേറ്റ് പറഞ്ഞേക്കാം, 80 രൂപയാണ്. ഇത്രയും വലിയൊരു പ്ലാന്റാണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് ഇതിന് ഒത്തിരി ശിഖരങ്ങളൊക്കെ ഉള്ളതാണ്. 80 രൂപ വരും. 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം നമ്മൾ 20 രൂപയാണ് കുറച്ച് 80 രൂപയായിട്ട്. വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ കേട്ടോ. അടിപൊളി വെറൈറ്റീസാണ് ഇതെല്ലാം. നല്ല ഇതിൻ്റെ പ്രത്യേകത നിറഞ്ഞ പൂക്കളുണ്ടാകുന്നത്, ഒരിക്കലും നശിക്കത്തുമില്ല. എപ്പോഴും പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ 2 കമ്പ് ഒടിച്ച് വേറെ ഒരു പോട്ടിലേക്ക് വെച്ചിങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ബുഷാക്കി നമുക്ക് വളർത്തിയെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ 2-3 സ്റ്റെമ്പ് ഇങ്ങനെ അടുപ്പിച്ച് കുത്തി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ബുഷായിട്ട് പൂക്കൾ നിറഞ്ഞ് തിങ്ങിയുണ്ടാകും. മിനിയേച്ചർ ടൈപ്പ് ആട്ടോ. അതുകൊണ്ടാണ് നല്ല ഭംഗി. ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഞാനിത് ഇതൊരു ഭയങ്കര ചൂടായതുകൊണ്ടൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണ് ഞാനിങ്ങനെ കൂടുതലിങ്ങനെ ഇലയിട്ട് കൊടുത്തേക്കുന്നതാണ്. എന്നുവെച്ചാൽ ഈ പ്ലാന്റ് അറിയാമല്ലോ, ഭയങ്കര ഇതായതുകൊണ്ട് ഇങ്ങനെ വാടിപ്പോകാതിരിക്കാൻ. അതുകൊണ്ട് ഇത്രയും ഫ്രഷായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ രാവിലെയും വൈകിട്ടും വെള്ളം നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നാലും നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഹൈബ്രിഡിൻ്റെ ഉണ്ട്. ഹൈബ്രിഡിൻ്റെ നമ്മളിങ്ങനെ ജൈവ രീതി പിടിപ്പിക്കുന്ന അതിൻ്റെ പ്ലാന്റ് സെയിൽ നടക്കുന്നുണ്ട്.
പിന്നെ ഒത്തിരി പേരിങ്ങനെ ഇതുപോലെ ഈ മിനിയേച്ചർ ടൈപ്പ് ഇങ്ങനെ തരാമെന്ന് ഒത്തിരി പേര് ചോദിച്ചു. അങ്ങനെ ഒത്തിരി സെയിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഇപ്പം ബാലൻസ് വന്നേക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നുള്ളൂ കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് പോകുന്നുള്ളൂ. നല്ല നല്ല വെറൈറ്റീസാണ്. ഓക്കെ. പിന്നെ ഇത് കണ്ടോ, മിനിയേച്ചർ ഇതിപ്പോൾ മദർ പ്ലാന്റ് ആണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പ് നല്ല പൂവായിട്ട് നിൽക്കുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ, കുഞ്ഞു കുഞ്ഞതായിട്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. വലിയ മദർ പ്ലാന്റ് ആണ്. നല്ല പൂക്കൾ, ഇപ്പോൾ നിറഞ്ഞ പൂക്കളുണ്ടാകും. നല്ല രസമാണിത് കാണാനും. എപ്പോഴും ഫ്ലവറാണ് കേട്ടോ. പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെ 2-3 പ്ലാന്റ്സ് കൂടി ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, വേണ്ടവർക്ക് വേണം കേട്ടോ. അതിൻ്റെ കാണിക്കാവേ ഞാൻ ഏതാണേ. ഇതുണ്ടോ, നല്ല ബേബി ഡബിൾ പെറ്റൽസാണ്. ഇതാണ് സൈസ്. ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സെയിൽ ചെയ്യാനുണ്ട്. ആവശ്യമുള്ളവർ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ കുറച്ചൊരു 10 കളറുണ്ട് നമുക്ക് കൊടുക്കാം. 10 കളറല്ല, ഈ ഒരു കളറേ ഉള്ളേ. ഇത് മെറൂണൊക്കെ ഉണ്ടാകും, നമ്മൾ പിടിപ്പിക്കുന്നതേ ഉള്ളൂ. മെറൂൺ ഓറഞ്ചൊക്കെ അപ്പോൾ കുറേ കളേഴ്സ് വരുന്നുണ്ട് ഇനി. അപ്പോൾ ഇപ്പം ഈ റോസിൻ്റെ കുറച്ച് തൈകൾ പിടിപ്പിച്ചതുണ്ട്. വേനൊക്കെ പിടിപ്പിച്ച കേട്ടോ. ഭയങ്കര റിസ്ക് ആയിരുന്നു. എന്നാലും നല്ലതായിട്ട് ഫ്ലവറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. നിറഞ്ഞ് പൂക്കളുണ്ടാകും. നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇതുകൊണ്ട് ഇത് വേണമെങ്കിൽ ഈ ബോൾസത്തിൻ്റെ കൂടെ ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.